അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ചതായി കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. വ്യോമയാന മന്ത്രാലയ സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സമിതിയിലുണ്ട്. 3 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് നൽകും. Seriousness of the incident and to further investigate into the incident and to look into all the theories or other information that is going around this incident, we felt it would be much better to have another committee also overlooking into this crash and also the safety. So yesterday I've announced it before only that we are going to form another high level committee before, and immediately we have constituted the committee also yesterday under the chairmanship of Home Secretary. And like our initial thought, we wanted to have experts in the committee from various sectors and not less than any joint secretary level. So accordingly, we have constituted the committee. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ചിരിക്കുന്നു. വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. ഗൗതം, ഈ കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസ് എന്തൊക്കെയാണ്? പ്രധാനമായും ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെയാണ്, ഒരു ഉന്നതതല സമിതിയാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഈ ആഭ്യന്തര മന്ത്രാലയത്തിലെ തന്നെ ജോയിന്റ് സെക്രട്ടറി തലത്തിലുള്ള 2 ഉദ്യോഗസ്ഥരുണ്ട്. അതുകൂടാതെ തന്നെ വ്യോമയാന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയും ഗുജറാത്ത് സർക്കാരിന്റെ ഒരു പ്രതിനിധിയും, ഇത്രയും പേരാണ് പ്രധാനമായും ഈ സമിതിയുടെ ഭാഗമാകുന്നത്. പ്രധാനമായും എങ്ങനെയാണ് ദുരന്തം ഉണ്ടായത് എന്നതിനെ പറ്റിയുള്ള അന്വേഷണവും ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയും സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ളൊരു വിശദമായ ഗൈഡ് ലൈൻസ് ആണ് സർക്കാരിന് കൊടുക്കാൻ പോകുന്നത്. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് ഇന്നിപ്പോൾ വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കിയത്. അഹമ്മദാബാദിൽ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഈ കാര്യം അറിയിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയിൽ ഈ സമിതിക്ക് രൂപം നൽകിക്കൊണ്ടുള്ള ഓർഡർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് അഹമ്മദാബാദിൽ ഈ കഴിഞ്ഞ 2 ദിവസമായി നടന്നുകൊണ്ടിരുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെയും മറ്റും വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഘട്ടത്തിലാണ് ഈ ഉന്നതതല സമിതിയെ കൂടി രൂപീകരിച്ച കാര്യം കേന്ദ്ര വ്യോമയാന മന്ത്രി വ്യക്തമാക്കിയത്. ഈ ഗൈഡ് ലൈൻസ് നൽകുക എന്നതാണ് ഈ സമിതിയുടെ ഉദ്ദേശമെങ്കിൽ അപകടം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിക്കുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ്. അതിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു ഉന്നതതല സമിതി കൂടി രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഗൗതം, സമാന്തരമായി ഏതൊക്കെ അന്വേഷണങ്ങൾ ഇപ്പോൾ ഈ അപകടത്തിൽ നടക്കുന്നുണ്ട്? പ്രധാനമായും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം ഈ ഉന്നതതല സമിതി കൂടാതെ ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അന്വേഷണം നടത്തുന്നത്. അതായത് ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നതും DVR പരിശോധിക്കുന്നതുമൊക്കെ ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് ഈ കെട്ടിടത്തിന് മുകളിൽ നിന്നും, വിമാനം വന്നു പതിച്ച കെട്ടിടത്തിന് മുകളിൽ നിന്നും ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. ഒപ്പം DVR ഇന്നലെ ഗുജറാത്ത് ATSന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്ന ഘട്ടത്തിലാണ് DVR കണ്ടെത്തിയത്. എന്തായാലും DVRും അതോടൊപ്പം തന്നെ ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നത് ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ്. അവരുടെ റിപ്പോർട്ട് എന്തായാലും ഈ വിശദമായ പൂർണ്ണ റിപ്പോർട്ട് അതിന് കാലതാമസം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ എയർ ആക്സിഡന്റുകൾ, അതായത് ആകാശ ദുരന്തങ്ങൾ അല്ലെങ്കിൽ വിമാന അപകടങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ വലിയ കാലതാമസം എടുത്തുകൊണ്ടുള്ള അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാകും. എല്ലാ ഇത്തരം ദുരന്തങ്ങളുടെയും റിപ്പോർട്ടുകൾ വരുന്നതിൽ ഒരു താമസം ഉണ്ടാകാറുണ്ട്. വളരെ പെട്ടെന്ന് മറ്റ് സാധാരണ കേസുകൾ പോലെ പെട്ടെന്ന് അന്വേഷണ റിപ്പോർട്ടുകൾ വരുന്ന ഒരു ശൈലി ഇതിനില്ല. അതിനാൽ തന്നെ സമയമെടുത്തുള്ള അന്വേഷണം തന്നെയാകും നടക്കുക. അതിനാൽ അതിന്റെ പൂർണ്ണമായ വിവരം, അതായത് എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിന്റെ ഒരു പൂർണ്ണമായ വിവരം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഒരുപക്ഷെ
4-5 മാസം എടുത്തതിന് ശേഷമാകും ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകുക. പക്ഷേ ഇത്തരം ആക്സിഡന്റുകൾ ഇനിയും ഉണ്ടാകാതിരിക്കാനുള്ള ഗൈഡ് ലൈൻസും മറ്റും നൽകുന്ന ഒരു റിപ്പോർട്ടാകും ഇപ്പോൾ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സമിതി 3 മാസത്തിനകം കേന്ദ്ര സർക്കാരിന് നൽകുന്നത്. യെസ്, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ചതായി കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു. വ്യോമയാന മന്ത്രാലയ സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സമിതിയിലുണ്ട്. 3 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് നൽകും. ഗൗതം അനന്തനാരായണനാണ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.